ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അച്ചീവേഴ്സ് ബാച്ചിലെ ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി മുന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷന്റെയും പാർട്ണർഷിപ്പിന്റെയും റേഷ്യോ പ്രൊപ്പോർഷന്റെയും വീഡിയോസ് ഓൾറെഡി ചെയ്തു. ഒരുപാട് ക്ലാസ്സുകൾ CGL 2024 പ്ലേലിസ്റ്റിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാവുന്നതാണ്. അവസാന നിമിഷ പ്രിപ്പറേഷനും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് പാർട്ണർഷിപ്പ് ആൻഡ് ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് CGL ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഓൺലൈൻ CGL കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ CGL അല്ലെങ്കിൽ നെക്സ്റ്റ് CGL-നായാലും നിങ്ങൾക്കിത് വേർത്തായിരിക്കും. നിങ്ങൾക്കിത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് നോക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പാർട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് പാർട്ണർഷിപ്പ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വരും. ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വരും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ പാർട്ണർഷിപ്പിന്റെ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ ചാപ്റ്ററിലെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം, അതിന്റെ റേഷ്യോയിലായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണോ അത് ഇൻറ്റു എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പൊ അതിന്റെ പ്രോഡക്റ്റിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. കപിൽ ഇനിഷ്യേറ്റഡ് എ ബിസിനസ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇത്രയും രൂപ ഇൻ ഏപ്രിൽ. ആഫ്റ്റർ 6 months ഇത്രയും രൂപ. നിങ്ങൾ ഇത് മൊത്തം വായിച്ചൊന്നും എടുക്കണം. 30 ലക്ഷം അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 6 months ഹിസ് ഫ്രണ്ട് കുണാൽ ജോയിൻഡ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും ഇൻ ഫെബ്രുവരി 2023. ഏപ്രിലിൽ വന്നതാണ്, ഫെബ്രുവരിയിൽ വന്നു. കപിൽസ് എക്സ് ക്ലാസ് ഫെലോ സലോണി എന്തോ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ് എമൗണ്ട് ഈക്വൽ നമുക്ക് വേണ്ടി നേടാം ഈക്വൽ ടു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഏർലിയർ ടു പാർട്ണേഴ്സ് ഇൻ വാട്ട് റേഷ്യോ ദ പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ 3 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് കപിൽ ഇനിഷ്യേറ്റഡ് ദ ബിസിനസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിഡൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആയിട്ടുള്ളതാണ്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് ഇവരുടെ റേഷ്യോ ആണ് വേണ്ടത്. ഇപ്പൊ കപിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കപിലും ആരൊക്കെ ഉള്ളത്? കപിലുണ്ട്, അതേപോലെ കുണാലുണ്ട്, പിന്നെ ആരുള്ളത്? സലോണി ഉണ്ട്. അപ്പൊ കപില് 3 വർഷത്തേക്ക് എന്ത് ചെയ്തു? ഇനി എത്ര രൂപയാ? 30. ഈ 5 0 ഇവിടെ 5 0 കോമൺ ഉണ്ട്. നമുക്ക് എല്ലായിടത്തും എഴുതുന്ന സമയത്ത് ആ 5 0 വെട്ടിപ്പോത്തുള്ളൂ, ചുമ്മാ എഴുതേണ്ട ആവശ്യമില്ല. 30ഉം 25ഉം സലോണി എത്രയാണ് ഇട്ടത്? 55. ഇവരുടെ സമ്മാണ് ഇട്ടതെന്ന് പറഞ്ഞു. 55 ഇട്ടത്. 30, 25ഉം 55ഉം ഇട്ടത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എന്താ? ആകെ ഏപ്രിൽ 2022 അവൻ സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ 6 months കഴിഞ്ഞിട്ട് ആണ് ആര് ഇട്ടത്? കുണാൽ ഇട്ടത്. അപ്പോ ഇവൻ 30 രൂപ വെച്ച്, 30 രൂപ അല്ലെങ്കിൽ 30 യൂണിറ്റ് വെച്ച് എത്ര നാളത്തേക്ക് ഇട്ടു? നമ്മുടെ CHS ചോദിച്ചാണ്. യെസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. 30 യൂണിറ്റ് വെച്ചിട്ട് 30 ഇൻറ്റു എത്ര മാസത്തേക്ക് ഇട്ടു? നമ്മുടെ 3 വർഷം. 3 വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? ഒരു വർഷം 12 മാസമാണ്. 36 മാസമാണ് എന്ത് ചെയ്തത്? കപിലിട്ടത്. മറ്റേ ആള് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അതായത് 30 മാസത്തേക്ക് ഇട്ടിട്ടുള്ളൂ. അവൻ എത്ര ഇട്ടത്? 25 യൂണിറ്റ് വെച്ച് എത്ര? 30 മാസത്തേക്ക് ഇട്ടു. ഇനി ചെയ്ത് എന്താ? ഈ ഫെബ്രുവരി 2022, ഏപ്രിൽ 2022 തുടങ്ങി ഫെബ്രുവരി 2023 വരെ എത്ര മാസമായി? അടുത്ത ഏപ്രിൽ വരെ ആയിരുന്നെങ്കിൽ 12 മാസമായി. ഇപ്പൊ എത്ര മാസമായി? ഫെബ്രുവരി വരെ 2 മാസം കുറവാണ്. മാർച്ച്, ഫെബ്രുവരി എത്ര മാസത്തേക്കാ? 10 മാസത്തേക്ക്. അതായത് 10 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഇട്ടത്. 10 മാസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ 36 മാസമാണുള്ളത്. അതില് 10 മാസം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അതായത് 26 മാസത്തേക്ക് എന്തുള്ളൂ? സലോണി ഇട്ടുള്ളൂ. സലോണി എത്ര ഇടുന്നത്? 55 യൂണിറ്റ് ആണ്. 55 യൂണിറ്റ് എത്ര മാസത്തേക്ക്? 26 യൂണിറ്റ്. അപ്പൊ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ. ബാക്കി ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് റേഷ്യോ മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റേഷ്യോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 55-ൽ 11 ഉണ്ട്. അപ്പൊ ലാസ്റ്റിൽ എന്ത് കണ്ടേ പറ്റൂ? 11 കണ്ടേ പറ്റൂ. അപ്പൊ ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 140. ഇത് 11 ഉണ്ട്, ഇത് 11 ഉണ്ട്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇവിടെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് വെട്ടിക്കളയാം. 5 വെച്ച് വെട്ടാം. 5 വെച്ച് വെട്ടുമ്പോ ഇവിടെ 11 വന്നു. 5 വെച്ച് വെട്ടുമ്പോ ഇവിടെ 5 വന്നു. 5 വെച്ച് വെട്ടുമ്പോ ഇവിടെ 6 വന്നു. പിന്നെ എന്തുണ്ട് കോമൺ ആയിട്ട്? 2 ഉണ്ട്. വേറെ ഒന്നുമില്ല. 2 ഉണ്ട്. 2 വെച്ച് വെട്ടുമ്പോ എന്ത് വരും? വേറെ ഒരു വഴിയൊന്നുമില്ല. 3 ഉണ്ട്. ഓക്കെ, 3 × 36 108. 108ന്റെ ഓപ്ഷൻ ഉണ്ട്. 108. പിന്നെ 2 അല്ലേ വെട്ടിയത്? 2 വെച്ച് വെട്ടുമ്പോ 15. 108 75. ഓക്കെ, 108 75. അല്ലെങ്കിൽ 2 ഇത് ആയാലും മതി. റേഷ്യോ 108 75 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി അല്ലല്ല, ഇതും 108 75. ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. കണ്ടോ? ഇത് 108 75. ഇത് 4 വെച്ച് വെട്ടുമ്പോൾ 108 75. ശ്രദ്ധിച്ചോണത്.
അപ്പോൾ 2 വെച്ച് കിട്ടുമ്പോൾ ഇത് 13. 13 ഗുണം 11 143. അപ്പൊ റേഷ്യോ എന്ത് വരും? 108 റേഷ്യോ 75 റേഷ്യോ 140. അപ്പൊ ഈ ക്വസ്റ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇത് വായിക്കുന്ന ലെവൽ അനുസരിച്ചിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റൻ ഇനി ഞാൻ എക്സാമിന് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു 30 25 30 എഴുതി 30 25 55 ഉള്ളത് 30 25 അത് എഴുതിയെങ്കിലും പറ്റും. 30 25 55 ഉള്ളത്. പിന്നെന്താ ഉള്ളത്? കാര്യം ഓപ്ഷൻ അത്ര ക്ലോസ് ആണ്. ഇനി ഇവൻ എത്ര മാസം നിന്നു? 3 വർഷം. നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. 36 ഇപ്പൊ 30 വർഷം വരെ പെട്ടെന്ന് തന്നെ എഴുതണം. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഏപ്രിൽ, അടുത്ത ഏപ്രിൽ ആകുമ്പോൾ 12 മാസമായി. അപ്പൊ 2 മാസം കുറവാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. മാർച്ച് ഒന്ന് കുറഞ്ഞു. ഫെബ്രുവരി 2023 ചെയ്തത്. അപ്പൊ എത്ര മാസം? 10 മാസം കുറച്ച് 26 മാസം കിട്ടും. എന്നിട്ട് വേഗം എന്ത് ചെയ്യാം? ഇതിന്റെ പെട്ടെന്ന് ഇവിടെ കോമൺ ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് 10 ഇതാ ഒരു 0, ഇവിടുന്ന് ഒരു 0, ഒരു 5 വെക്കുമ്പോൾ 5ഉം ഒരു 2, 5 2 വരുമ്പോൾ 11 13 141 വരും. വേറെ 75 108. വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യും. ഇത് നല്ല ക്വസ്റ്റൻ ആണ്. പി ഇൻവെസ്റ്റഡ്. അടുത്ത ക്വസ്റ്റൻ. പി ഇൻവെസ്റ്റഡ് ഇത്രയും രൂപ ഒരു വർഷത്തേക്ക്. ക്യൂ ജോയിൻഡ് ഹിം വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ₹6,000 ആഫ്റ്റർ ഫ്യൂ മന്ത്. അറ്റ് ദ എൻഡ് ഓഫ് 1 year റേഷ്യോ പ്രോഫിറ്റ് ഇത്രയാണ്. ക്യൂ ജോയിൻഡ് ആഫ്റ്റർ ഹൗ മെനി മന്ത്സ്? നിങ്ങളുടെ ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ടൈമാണ്. അപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി 4/3. അപ്പൊ പിക്ക് 4 കിട്ടിയാൽ ക്യൂവിന് 3 കിട്ടുന്നത്. പിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 4,000 4K എന്ന് എഴുതുവാണ്. എത്ര വർഷത്തേക്കാ? ഒരു വർഷത്തേക്ക്. അതായത് 12 മാസത്തേക്ക്. ക്യൂ എത്ര ഇട്ടത്? ക്യൂ 6,000 6K ആണ് ഇട്ടത്. എത്ര നാളത്തേക്ക് ഞാൻ X മാസത്തേക്ക് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 പോയി, ഇവിടെ 3, ഇവിടെ 2 വന്നു, ഇത് 6 വന്നു. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അതായത് X 6 മാസത്തേക്കാണ് പൈസ ഇട്ടത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ക്യൂ ജോയിൻഡ് ആഫ്റ്റർ ഹൗ മെനി മന്ത്സ്? അതായത് 12 മാസം വരെയാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 6 മാസത്തേക്കാണ് പയ്യൻ എന്ത് ചെയ്തത്? പൈസ ഇട്ടത്. അപ്പൊ എത്ര നാൾ കഴിഞ്ഞായിരിക്കും വന്നത്? 12 - 6 മാസം കഴിഞ്ഞായിരിക്കും പയ്യൻ എന്ത് ചെയ്തത്? ക്യൂ എന്ന് പറയുന്ന ആള് അവിടെ ജോയിൻ ചെയ്തത്. സിമ്പിൾ ആയിട്ട് ചെയ്യും. നെക്സ്റ്റ്, ABC സ്റ്റാർട്ടർ ബിസിനസ് ഇത്രയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? 3 0 3 0 3 0 വേണ്ട. റേഷ്യോ എന്തെടുക്കാം? 20 25 10 നോക്കാം. പക്ഷെ ഇവിടെ ആഫ്റ്റർ 5 മന്ത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ 20 25 10 ഈ രീതിയിലാണ് എന്ത് ചെയ്തത്? അവര് പൈസ ഇട്ടത്. ആഫ്റ്റർ 5 months ഫ്രം ദ സ്റ്റാർട്ട് ഇൻവെസ്റ്റഡ് 4,000 more. അപ്പൊ 4,000 നമ്മൾ എടുക്കത്തില്ല. നമ്മൾ 3 0 എല്ലായിടത്തും കളഞ്ഞേക്കും. 4 കൂടുതൽ ഇട്ടു. ആഫ്റ്റർ 6 months ഫ്രം ദ സ്റ്റാർട്ട് ഇൻവെസ്റ്റഡ് 8 കൂടുതൽ. ഒരു 3 0 നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 4 months സ്റ്റാർട്ട് ബി വിഡ്രോ ഇത്രയും. അത് എൻഡ് ഓഫ് ഇയർ പ്രോഫിറ്റ് ഇത്രയാണെങ്കിൽ വാട്ട് ഇസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്? വളരെ ഈസി ആയിട്ട് ചെയ്യാം. ABC 3 20 ഇട്ടു. 20 ഇട്ടിട്ട് എത്ര? 5 മാസത്തേക്ക് ഇട്ടു. 25 100 വരെ ഇട്ടു. അധികം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിലായാലും നിങ്ങൾക്ക് ഇനി CGL ഇനിയുള്ള CGLന്റെ ക്ലാസ്സിലാണല്ലോ ചെയ്യുന്നത്. ഇത്രയും പഠിച്ച് നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത CGLന് വേണ്ടി ട്രൈ ചെയ്തോളൂ. ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ. ആഫ്റ്റർ 5 months ഫ്രം ദ സ്റ്റാർട്ട് ഇൻവെസ്റ്റഡ് ഇത്രയും മോർ. 40 എന്ന് പറഞ്ഞാൽ 4 കൂടുതൽ ഇട്ടു. 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ 20 ആയിരുന്നു ഉള്ളത്. ജൂണിലൂടെ 4 24 എത്ര മാസത്തേക്ക്? ടോട്ടൽ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ആണ് 7 മാസത്തേക്ക്. 7 മാസത്തേക്ക് 24 7 എന്ന് പറയുമ്പോൾ 168 ചെയ്തത്. ഇതാണ് എയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ 268 ഇട്ടു. 268 ഇതിനകത്ത് ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ 268 71 ഉണ്ടോ? ഇല്ല. 71 ഗുണം 4 284. ഒരിക്കലും 268 71 ഇല്ല. അപ്പൊ ഇതല്ല ആൻസർ. ഇനി 59 ഉണ്ടോ 268? 268 59 ഉണ്ടോ? 59 ഗുണം 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216. 216ഉം ഇല്ല. 216 9 5. ഒരിക്കലും 268 വരത്തില്ല. ഇനി 67 ഉണ്ടോ? 67 ഗുണം 4 240 268. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് ഇതിനകത്ത് എന്തായാലും 67 ഉണ്ട്. 67 വെട്ടാൻ വേണ്ടി എല്ലായിടത്തും ഒന്നും എന്തായാലും 67 വരത്തില്ല. അല്ലെങ്കിൽ ഇതിലുള്ള കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം നമ്മുടെ ഇവിടെ കാണണം. 71 പ്രൈം നമ്പർ ആണ്, 59 പ്രൈം നമ്പർ ആണ്. അപ്പം അത് ഒരിക്കലും വെട്ടി പോകുന്നില്ല. ഒന്നെങ്കിൽ ഇത് കാണാം, അല്ലെങ്കിൽ ഇത് കാണാം, അല്ലെങ്കിൽ ഇത് കാണാം. ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? 67 മാത്രമേ ഉള്ളൂ. 9 ആൻസർ എന്ത് ചെയ്യാം? നമുക്ക് വേറെ ഒന്നും ചെയ്യാതെ ഇത് മാത്രം എഴുതിയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം. ഇതിനെയാണ് റിയൽ മാത്സ് എന്ന് പറയുന്നത്, നമ്പറിനെ അറിയുക എന്ന് പറയുന്നത്. വെറുതെ ചെയ്തു പോകാൻ ആർക്കും പറ്റും. ഇത്രേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ, ഇത്രേ ഉള്ളൂ. ഇത് ബാക്കി ചെയ്യുന്നവരെന്താണ്? അവിടെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ബാക്കി നിങ്ങളെക്കായും ഇത് ചെയ്തു പോകുന്നവര് എന്ത് ചെയ്യുവാണ്? നിങ്ങളെക്കായും മുന്നിൽ കയറി പോവാണ്. ഇതൊന്നും അറിയാതെ കുറെ പേര് ഇത്രയും ക്ലാസ്സിൽ, ഞാൻ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. ക്ലാസ്സിന്റെ സൊല്യൂഷൻസ് കണ്ടു നോക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വ്യത്യാസം എന്താണ്. ഇത്രയും വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഓപ്ഷൻ ഡി എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇത്ര എഴുതുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. സ്പീഡിൽ എന്ത് ചെയ്യണം? ഈ പ്രോസസ് ഒക്കെ സ്പീഡിലാവണം. പിന്നെ മാത്സിന്റെ എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യണം. വീഡിയോസ് എല്ലാം നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവും കാര്യങ്ങളെല്ലാം. ഓക്കെ. നെക്സ്റ്റ്, ABC സ്റ്റാർട്ട് ബിസിനസ് ഇത്രയാണ് റേഷ്യോ. A ഇൻക്രീസ് ക്യാപിറ്റൽ ഇത്രയും, B ഇൻക്രീസ് ക്യാപിറ്റൽ ഇത്രയും, C വിഡ്രോ ഇത്രയും. ഇത്
ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ ഞാൻ വായിക്കുന്ന സ്പീഡിലാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക, പ്രശ്നം തീർന്നു. പോസ് ചെയ്തിട്ട് വായിച്ചു ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് സൊല്യൂഷൻ നോക്കുക, കിടിലുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ഓഫ് എ ആൻഡ് സി ഇൻ ദ പ്രോഫിറ്റ് റേഷ്യോ പ്രൊപ്പോർഷനിലാണ്. എയുടെയും ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ വേണം. 2:3:5 എന്ത് ചെയ്തത് അവര് ഇട്ടത്. അതിന് വേണമെങ്കിൽ 20-30-50 ആക്കാം, കാര്യം 50% ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കാം. 20-30-50 എന്ന് വെച്ചോ. 4 മന്ത് എന്ത് ചെയ്തു, എ 2 തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ 20 തന്നെ ആയിരുന്നു ഇട്ടിരുന്നത്, 20 എടുക്കുക, ആ റേഷ്യോ മതി. അല്ല വേണ്ട, 20 വേണ്ട, 2 തന്നെ മതി. 2 ആയിരുന്നു 4 മാസം, അതായത് 8 കഴിഞ്ഞു. ഇനി 50% കൂട്ടി, ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി, 2 കൂടെ 1 കൂട്ടി 3 ആക്കി. 1 വർഷം കഴിഞ്ഞല്ലേ, 1 വർഷം കഴിഞ്ഞ. ഇതൊക്കെ കിട്ടുന്നത് കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ നോക്കേണ്ടതാണ്, കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പൊ 3 വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, ബാക്കി 8 മാസം, 3-24 ചെയ്തു. ഇനി അടുത്ത ബി എന്ത് ചെയ്തേ, 3 വെച്ചിട്ട് ആഫ്റ്റർ 6 മന്ത് അതായിരുന്നു, 18 വരെ അങ്ങനെ ആയിരുന്നു. അധികം 1/3, 33 എന്ന് പറയുമ്പോൾ 1/3 ആണ്. അതായത് 3 ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി, 1 കൂടി 4 ആയി. 4 വെച്ചിട്ട് പിന്നെ 6 മാസം ഉണ്ട്, അതായത് 6-4-24. ഇതാണ് ബിയുടെ ഷെയർ. ഇനി സി എന്ത് ചെയ്തേ, സി വിഡ്രോ 50% ക്യാപിറ്റൽ ആഫ്റ്റർ 8 മന്ത്സ്. 8 മന്ത് വരെ 5 ആയിരുന്നു, അതായത് 40 ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ പകുതി, അതായത് 2.5 അങ്ങ് പിൻവലിച്ചു, ബാക്കി 2.5 ഉണ്ട്. എത്ര മാസത്തേക്ക്, 4 മാസത്തേക്ക്. 2.5 × 4 എന്ന് പറയുമ്പോൾ 10. ഇതാണ് ഇവരുടെ റേഷ്യോ. 32 2 വെച്ച് വെട്ടാം, 32 2 വെച്ച് വെട്ടുമ്പോൾ 16. ഇതെത്ര വരും, 37 42 2 വെച്ച് വെട്ടുമ്പോൾ 21, 50 2 വെച്ച് വെട്ടുമ്പോൾ 25. ഇതാണ് അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. 25 21 45 16 61 യൂണിറ്റിനാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. 61 യൂണിറ്റിന്റെ വാല്യൂ ആണ് 868. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 61 യൂണിറ്റിന്റെ വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. 61 യൂണിറ്റ് എത്രയാണ്, ഓക്കെ. എയുടെ സിയുടെ ഡിഫറൻസ് ആണ്. എയുടെ സിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ, 4 5 9 യൂണിറ്റ് ആണ്. 9 യൂണിറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. 61ന്റെ വാല്യൂ ആണ് 9ന്റെ വാല്യൂ ആണ്. അപ്പൊ അടിയിൽ 61 ആണ് ഇൻറ്റു 9. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 9ന്റെ അല്ല, ഇത് 9ന്റെ അല്ല. ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ മാത്രമേ നമുക്ക് അവിടെ ആൻസർ വരാൻ ചാൻസ് ഉള്ളൂ. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്യുന്നത്, 61 യൂണിറ്റിന്റെ വാല്യൂ ആണ് 868.00. നമുക്ക് എന്തിന്റെ വാല്യൂ ആണ്, 9ന്റെ വാല്യൂ ആണ്. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 എന്തായാലും ഇവിടെ ഉണ്ട്. താഴെ ഈ 0 വെട്ടാൻ വേണ്ടി താഴെ ആരുമില്ല, 2 ഇല്ല 5 ഇല്ല. താഴെ 2 അല്ലെങ്കിൽ 5 ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ 0 വെട്ടി പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് 2 0 എന്തായാലും കാണും. പിന്നെ യൂണിറ്റ് നോക്കാം, ഇവിടെ 9-8-72 2 വരണ്ടേ. ഈ 1നെ ഇവിടെയുള്ള ആൻസർ വരും. ആൻസറിന്റെ യൂണിറ്റ് 2 ആയിട്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം, 2 വരണം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 ആണ് വരുന്നത്. 9-8-72. ഓക്കെ, 0 കറക്റ്റ് ആണല്ലോ ആൻസർ. എ ആൻഡ് സി, യെസ്. 1 × 6 ഉണ്ട്. 2 വരുന്ന ഓപ്ഷനില്ലല്ലോ. 61 വരുന്നത്, 62 വരുന്നത്. ഓക്കെ, സോറി 62 വരുന്നത്. 2നെ യെസ്. ഇത് 45-ഉം 46-ഉം വരണം. ഓക്കെ, 46-ഉം 16-ഉം 56 62ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ 9 മൾട്ടിപ്പിൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. കാര്യം അടിയിൽ എന്തില്ല, അവിടെ 0 ഉണ്ട് കേട്ടോ, 0 ഉണ്ട്. അപ്പൊ നമുക്ക് അത് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു പരിപാടി പറ്റത്തില്ല. 61 അല്ലല്ലോ, യെസ്. പക്ഷെ 9 മൾട്ടിപ്പിൾ അവിടെ വാല്യൂ ആണ്. അപ്പൊ 9 മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. ഇറങ്ങി നോക്കും, കാര്യം നോക്ക്. അടിയിൽ 9 ഇല്ല, 6 2 8 9 ഇല്ല. അപ്പൊ മേളിൽ ഈ 9 നമ്മുടെ ആൻസറിനകത്ത് എന്തായിരിക്കും, ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9 മൾട്ടിപ്പിൾ ഉള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. നിങ്ങൾക്ക് ഇത് നോക്കാം, 18 10 10 18 ആയിരിക്കും. 18 ആണോ, 168. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 62 വെച്ചിട്ടുമ്പോ 62 1, ബാക്കി 14 140 24 248 4 14 × 9 126 2 0. ഓക്കെ, യെസ്. അടുത്ത ABC ചാർട്ടറിലെ ബിസിനസ് ബൈ ഇത്രയാണ്. എ വർക്കിംഗ് പാർട്ണറാണ്. 20% ഓഫ് ദ പ്രോഫിറ്റ് ആസ് എ വർക്കിംഗ് പാർട്ണർ. അപ്പോൾ വർക്കിംഗ് പാർട്ണറിന്റെ പൈസ കിട്ടും, CPOയുടെ കോസ്റ്റ് 20% പ്രോഫിറ്റ് അങ്ങനെ കിട്ടും. റിമൈനിങ് ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെങ്കിൽ ഷെയർ ഓഫ് സി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. കുറച്ച് പേർക്കെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു. കുറച്ച് നല്ല ക്വസ്റ്റൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, യെസ്. അപ്പൊ ഇതിന്റെ റേഷ്യോ വേണം. റേഷ്യോ ആദ്യമേ എടുക്കുക, ABCയുടെ റേഷ്യോ എടുക്കുക. 2 0 2 0 2 0 വേണ്ട. 137 5 162 5 187 5. ഇത് എന്തിന്റെ മൾട്ടിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 8 8 11 11 3. ഓക്കെ, 13 1 11ന്റെ അല്ല, 4 7 11 5 16 അല്ല. കോമൺ ആയിട്ടുള്ളത് വെട്ടി കളഞ്ഞേ പറ്റൂ. കോമൺ ആയിട്ടുള്ളത് 5 വെച്ച് വെട്ടാം. 5 വെച്ച് വെട്ടാൻ വേറെ വഴിയുണ്ടോ? 5 വെച്ച് തന്നെ വെട്ടേണ്ടി വരും. 5 വെച്ച് വെട്ടേണ്ടി വരും. പിന്നെ 25 നോക്ക്, 75 25 825 നോക്ക്. 125ന്റെ മൾട്ടിപ്പിളാണ് കാണുമ്പോൾ തന്നെ. 125 × 3 125 × 5
125 ഗുണം 7. അതൊക്കെ കാൽക്കുലേഷൻ ആണ്. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. 125 ഇപ്പൊ 125 കിട്ടുമ്പോൾ എന്ത് കിട്ടും? 1 ബാക്കി 125 11 കിട്ടും. റേഷ്യോ 125 കിട്ടുമ്പോൾ 1 ബാക്കി 125 25 12 37 325 3 13 കിട്ടും. ഇത് 125 കിട്ടുമ്പോൾ 1 ബാക്കി 125 50 60 62 625 625 15 11:13:15 ആണ് അവരുടെ റേഷ്യോ. എ എന്താണ്? വർക്കിംഗ് പാർട്ണർ ആണ്. 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വർക്കിംഗ് അലവൻസ് ആൻഡ് റിമൈനിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ടോട്ടൽ പ്രോഫിറ്റിന്റെ 20% പോയി. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 219 375ന്റെ 20% എക്ക് പോയി. ബാക്കിയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 80/100%. ക്ലാസ്സിലെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കണ്ടാൽ മാത്രം മതി. അത് കണ്ട് പഠിച്ചവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് അത് പഠിച്ചെങ്കിലേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. ഇതിന്റെ 80% എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയില്? ഈ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഷെയർ ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഷെയർ ഓഫ് സി 15 സിയുടെ ഷെയർ. ടോട്ടൽ എത്രല്ലേ? 28 11 39. 39 15 സി കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇവിടെ 3 വന്നു ബൈ 13. 39 3 വെച്ചിട്ട് 13. ഇതാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ സം അപ്ലൈ 4 ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ് എവിടാണ്? ഡിജിറ്റൽ സം ദിശ അക്കാഡമി മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്. ഇവിടെ 4 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 7 വരും. ഇവിടെ 7 2 9 9 നോക്കേണ്ട. 4 5 9 9 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 9 മൾട്ടിപ്ലൈ. ഇതെല്ലാം 9 കാര്യം 8 1 9 9 ഇത് 9 മൾട്ടിപ്പിൾ. ആൻസർ 9 മൾട്ടിപ്പിൾ. 16 22 9 അല്ല. 10 5 15 9 അല്ല. 12 18 9 ആണ്. 8 7 15 9 അല്ല. ഓപ്ഷൻ സി മാത്രമേ എന്തുള്ളൂ? 9ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. നമുക്ക് ഓപ്ഷൻ സി ആൻസർ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്ത് 5 ക്വസ്റ്റിന് അടിപൊളിയാണ്. ഇനി നമുക്ക് കുറച്ച് ഏജസിന്റെ ക്വസ്റ്റൻ. പ്രസന്റ് ഏജസ് ഓഫ് വിനീത് ആൻഡ് ഗൗരവ്. ഓക്കെ, ഇവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്, പ്രസന്റ് ഏജസ് ഓഫ് വിനീത് ആൻഡ് ഗൗരവ് റേഷ്യോ വന്നിട്ടുണ്ട് 9 ആണ്. 12 years ago റേഷ്യോ ഓഫ് ഏജ് ഇത്രയായിരുന്നു. വാട്ട് ഈസ് വിനീസ് പ്രസന്റ് ഏജ്? ഏജിന്റെ കൺസെപ്റ്റ് എന്താ? രണ്ടുപേരുടെ ഏജിന്റെ ഡിഫറൻസ് എപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഇവിടെ 9:7 ആയിരുന്നു ഇനിഷ്യൽ പ്രസന്റ് ഏജ്. 12 വർഷം മുന്നേ എന്താണ്? 5:3 ആണ്. അത് എപ്പോഴാണ്? 12 വർഷം മുന്നേ. ഇവിടെ 2 യൂണിറ്റാണ് ഡിഫറൻസ്, ഇവിടെ 2 യൂണിറ്റാണ് ഡിഫറൻസ്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് റേഷ്യോയിൽ 4 പറഞ്ഞു. 9 5 ആവാൻ 7 3 4 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 12 years ആണ്. പേന എടുക്കാൻ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. വിനീതിന്റെ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? വിനീത് 9 യൂണിറ്റ് ആണ്. 4ന്റെ വാല്യൂ 12 ആണെങ്കിൽ 4 ഗുണം 3 ആണ്. 9ന്റെ വാല്യൂ 9 ഗുണം 3 27. ഓപ്ഷൻ സി. പക്ഷെ ഇത് പേന എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പേന എടുത്ത് ചെയ്താൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. SSC എക്സാംസിന് CGL എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല. ഈ ക്വസ്റ്റിനെ കാണുവാണെങ്കിൽ 9 ഇവിടെ വെച്ച് തന്നെ നോക്കണം. 9 അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം നിങ്ങളെ പഠിപ്പിച്ചവരെ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. 9:7 5:3 ഡിഫറൻസ് 2 ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എഴുതണം, ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ. അപ്പോൾ സെയിം ആണ്. 4ന്റെ വാല്യൂ ആണ് 12. 4ന്റെ വാല്യൂ 12 ആണെങ്കിൽ 1ന്റെ വാല്യൂ 3, 9ന്റെ വാല്യൂ 9 3 27. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ റേഷ്യോ വന്നിട്ടുണ്ട്. 4 years hence എന്ന് വെച്ചാൽ കഴിഞ്ഞ് റേഷ്യോ ഓഫ് ദെയർ ഏജ് ഇത്രയാണ്. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് സൺ? ഇപ്പൊ ഇവിടെ ഡിഫറൻസ് സെയിം ആക്കാൻ വേണ്ടി 6 1 ആണ്. ഇവിടെ 5 ആണ്. 4 1 ആണ്. 3 ആണ്. അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 18 3 ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ആ ഡിഫറൻസ് 5 കൊണ്ട് ഇവിടെ ഗുണിക്കും. ഇപ്പൊ 20 5 റേഷ്യോയിലെ ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ റേഷ്യോയുടെ വാല്യൂ മാറത്തില്ല. പക്ഷെ എന്ത് വരും? ഇവിടെ ഡിഫറൻസ് ഇത്ര 15, ഇവിടെ ഡിഫറൻസ് 15. ഇനി നോക്കാം. പ്രസന്റേജ് ആണ്. ഇപ്പം ഇത് പ്രസന്റും ഇത് 4 വർഷം കഴിഞ്ഞിട്ട്. റേഷ്യോയിൽ എത്ര കൂടി? 2 യൂണിറ്റ്. റേഷ്യോയിൽ 2 യൂണിറ്റ് ആണ് ഒറിജിനലിലെ 4 വർഷം. അല്ലെങ്കിൽ റേഷ്യോയിൽ 1 യൂണിറ്റ് ആണ് ഒറിജിനൽ ആയിട്ടുള്ള 2 വർഷം. പ്രസന്റേജ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 ഗുണം 2. 1 യൂണിറ്റ് 2 വർഷമാണെങ്കിൽ 3 യൂണിറ്റ് 6 വർഷം. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. യെസ്, അടുത്ത. അറ്റ് പ്രസന്റ് ഫാദർ ഈസ് 3 times ദ ഏജ് ഓഫ് സൺ. 4 years കഴിഞ്ഞിട്ട് റേഷ്യോ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഇത്രയാണ്. വാട്ട് ഇസ് ദ പ്രസന്റേജ് ഓഫ് ഫാദർ? ഇപ്പൊ 3:1 കിടന്ന് ഡിഫറൻസ് 2 ആണ്. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 8 ആണ്. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ 8 ആക്കണം. 8 ആക്കാൻ വേണ്ടി ആദ്യമേ 2 ആയിരുന്നു ഡിഫറൻസ്. 3:1 എന്ത് ചെയ്യണം? 2നെ 8 ആക്കാൻ വേണ്ടി 4 കൊണ്ട് ഉണ്ട്. ഇപ്പൊ എന്താവും? 4 3 12 ഇത് 4. ഇപ്പൊ എന്തായി? ഡിഫറൻസ് 8 ആയി. ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? 3 5 ഡിഫറൻസ് സെയിം ആണ്. ഇത് പ്രസന്റ് ആണ്. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 4 വർഷം. 4 വർഷം കഴിഞ്ഞിട്ട് 1 യൂണിറ്റ് ആണ് കൂടുന്നത്. 1 യൂണിറ്റിന്റെ ഒറിജിനൽ വാല്യൂ 4 ഇയർ ആണ്. വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദർ ഇതല്ലേ 12 12 ഗുണം 4 48 വയസ്സ്. ഫാദറിന് എത്ര വയസ്സുണ്ട്? 48 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 3 വർഷം മുന്നേ ആവറേജ് ഫാമിലി 5 മെമ്പേഴ്സ് ഇത്രയായിരുന്നു. ഒരു ബേബി എന്ത് ചെയ്തു? ജനിച്ചു. ആവറേജ് ഏജ് ഓഫ് ഫാമിലി സെയിം ടുഡേ. ഇപ്പോ പ്രസന്റേജ് ഓഫ് ബേബി. ഇത് കുറെ പേര് ഡൗട്ട് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ 3 വർഷം മുന്നേ 5 മെമ്പേഴ്സിന്റെ ആവറേജ് 17 ആയിരുന്നു. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. ഇപ്പൊ 3 വർഷം മുന്നേ അവരുടെ സം എത്രയാണ്?
5 പേര് 17 വയസ്സ് ആവറേജ് ആണെങ്കിൽ നമ്പർ ഇൻറ്റു ആവറേജ് 17 ഗുണം 5 85 3 വർഷം മുന്നേ. അപ്പൊ ഇവര് ഇപ്പൊ എന്താണ് ഇപ്പൊ പ്രസന്റിൽ 6 പേരുണ്ട്, കൊച്ചുകളുണ്ട്. 6 പേർക്കും 17 എണ്ണാന്ന് പറയുന്നത്. 17 ഗുണം 6 102 ആണ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ 6 പേരുടെ ടോട്ടൽ സം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഈ 5 പേര് വന്നിട്ടുണ്ട്. അപ്പൊ 3 വർഷം മുന്നേ ആയിരുന്നു ഇവർക്ക് 85 വയസ്സ് എല്ലാവർക്കും കൂടെ സമയം. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള സമയമല്ലേ. അപ്പം എല്ലാവർക്കും എന്ത് ചെയ്തു, എല്ലാവർക്കും 3 വയസ്സ് വെച്ച് കൂടി. അങ്ങനെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേർക്കും 3 വയസ്സ് വെച്ച് കൂടി, അതായത് 15 വയസ്സ് കൂടെ കൂടി. ഇവരായിരുന്നെങ്കിൽ ഇവർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 5 പേർക്ക് 100 വയസ്സായി. 85ന്റെ കൂടെ ഓരോരുത്തർക്കും 3 വയസ്സ് വെച്ച് കൂടി. അങ്ങനെ 5 ഗുണം 3 15 കൂടി 100 വയസ്സാണ് ഇപ്പൊ അവരുടെ വയസ്സ്. അപ്പൊ ഇതിനകത്ത് ഡിഫറൻസ് എത്രയാണ്? 100 മൈനസ് 102 അല്ലെങ്കിൽ 102 മൈനസ് 100 2 വയസ്സാണ്. അതായത് ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 2 വയസ്സാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മള് പാർട്ട്ണർഷിപ്പിലെയും ഏജസിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തു. ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമ്മൾ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ ക്ലാസ്സുകളില്ല. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസിബിൾ ആണ്. എടുത്ത് കാണാം. അത് ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഇവിടെ തന്നെ നിങ്ങൾ കൊടുക്കുക. ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലാസ്സുകൾ ഇടുന്നത് വ്യൂസ് കുറഞ്ഞു വന്ന് വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം കാണുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചാനലിൽ ഫ്രീ ആയിട്ടുണ്ട്. നമ്മൾ CGL വേണ്ടി എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാ എക്സാം വരുമ്പോഴും നമ്മൾ അതേപോലെ CHSL ഓൾറെഡി അത് നിങ്ങൾക്ക് CGL ഉപയോഗിക്കാം. പ്രാക്ടീസ് നിങ്ങൾക്ക് ഇപ്പം 1 മാസമേ ഉള്ളൂ, 2 മാസം 1 മാസമേ കയ്യിലുള്ളൂ. പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകണം. സെലക്ടഡ് ആയിട്ടുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകണം. നിങ്ങൾ നമ്മുടെ ദിശ അക്കാഡമി ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റ് എടുത്തിട്ട് CHSL ക്രാഷ് കോഴ്സ് കാണും. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ ക്ലാസ്സുകൾ ഈ മുന്നേ കാണണം. CHSL ക്രാഷ് കോഴ്സ് കാണും. ഈ CGL പ്ലേലിസ്റ്റ് എടുക്കുക, അത് കാണും. ഈ ഒരു കാര്യം കാണും. ഇത് പോയാൽ തന്നെ നിങ്ങൾക്ക് 25 ഒരു 10-12 ക്വസ്റ്റ്യൻ, ഞാൻ പറയും ഒന്നും അറിയാത്തവർക്ക് 15 ക്വസ്റ്റ്യൻ വരെ ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടുക. നമ്മൾ ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് കണ്ട് സെറ്റ് ആകും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം.